ഇത് കണ്ടോ, രാത്രി ഇവിടെ ഏട്ടനും അനിയനും കൂടെ ഇവിടെ എന്താ പണി നോക്കിയേ. കൊച്ചേട്ടാ എന്താ ചെയ്യണേ? അയ്യോ ഹലോ. പാതിരാത്രി ഓടിക്കും. രാവിലെ ഒക്കെ സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ്. നാളെ രാവിലെ പോകുന്നോണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് നമ്മള് പറിക്കുകയാണ്. കാരണം ആ വീടിന്റെ മേലോട്ട് പോയിട്ടോ നമുക്ക് മാക്സിമം ആ മേലെ പോയ ഇതിനൊക്കെ ബ്രാഞ്ചസ് നമുക്ക് ഒടിച്ചെടുക്കാന്ന് വെച്ചിട്ടാണ്. നാളെ ഡബ്ബോയിലെത്തി നമുക്ക് എല്ലാവർക്കും പാക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനൊക്കെ. കൊച്ചേട്ടാ കുറച്ച് ഞാനും പറിക്കാം. മറിഞ്ഞ് വീഴരുത്. സൂക്ഷിട്ടോ, വേറെ നിന്ന് നീ താഴെ ഒന്നും പോരത്. മറിഞ്ഞ് വീഴരുത്. അത് ശരിയാ. മതി മതി, ഇത് കൊണ്ടുപോകാൻ പാടില്ല മാച്ചി. പിന്നെ പോരെ, എന്നാ പിന്നെ അപ്പുറത്തെ സൈഡ് കൂടെ കയറും. $10,000 മുതലാണ് മറ്റേ ഗുളിവർത്തി കൊണ്ട് വയ്ക്കുന്നത്. അതിൽ കൂടുതലുണ്ട്. 3-4 ഇലയ്ക്ക് $3 അവര്. അതെ, അപ്പൊ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് ഇപ്പോ. അതെ, മതി 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 അതെ, ഇവിടെ മതി, ഇത്രയൊക്കെ മതി 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 അത് മതി. താഴോട്ട് നിൽക്കുന്നൊക്കെ എടുത്തോ ചേട്ടാ. അതെ, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള കരിവേപ്പില കേട്ടോ. അതെ, ഇത്രയും കരിവേപ്പില നമ്മൾ പറിച്ചു. രാത്രിയാണ് നമ്മൾ കുറച്ച് പറിച്ചത്. ഇനിയും കുറേ രാവിലെയാണ് കുറച്ചും കൂടെ പറിക്കാം. നമ്മൾ നേരത്തെ പോവും നാളെ രാവിലെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും എന്തിനാ പറിക്കുന്നതെന്ന്. ഇത് ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിൻ്റർ ആകുമ്പോഴേക്കും നമ്മുടെ പല വീടുകളിലെയും കരിവേപ്പില എല്ലാം പോകും. പക്ഷെ വലിയ വലിയ മരങ്ങളൊക്കെ നന്നായി നിൽക്കും. അപ്പോൾ എല്ലാവർക്കും ശേഖരിച്ച് വെക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ വിൻ്ററിൽ യൂസ് ചെയ്യാൻ പലരും ഫ്രീസ് ചെയ്തും ഡ്രൈ ചെയ്തൊക്കെ വെക്കും. ഉണ്ടോ, ഒരു കെട്ടായി. ഇനി രണ്ടാമത്തതൊരു കെട്ടും കൂടെ. ഒരു ഇല പോലും കളയല്ലേ. നമ്മൾ വന്ന സമയത്ത് ഒരു ഇലയ്ക്ക് വേണ്ടി നമ്മൾ കൊതിച്ചിട്ടുണ്ട് അല്ലേ. അതെ അതെ, $2 3 തണ്ടൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വന്ന സമയത്ത്. ഇപ്പം പിന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും വീടുകളിലുണ്ട്. പക്ഷെ നമ്മളിവിടെ ഏട്ടൻ്റെ അവിടെ വരുമ്പോഴാട്ടോ നമ്മളെപ്പോഴും കൊണ്ടുപോകാറ്. പിന്നെ നമുക്ക് അവിടെയുണ്ട് ഒരു മരം. ഇത് നല്ല മണമുള്ള കരിവേപ്പില കേട്ടോ, നല്ല അടിപൊളി കരിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും ചെയ്യും, കുറേ നാൾ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ കഴിഞ്ഞു.